CJ റോയിയുടെ ആത്മഹത്യയിൽ ആദായനികുതി ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി കോൺഫിഡന്റ് ഗ്രൂപ്പ്. കേസിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു അശോക് നഗർ പോലീസിൽ പരാതി നൽകി. ആദായനികുതി അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിൽ നിന്നുള്ള സമ്മർദ്ദമാണ് റോയിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സഹോദരൻ CJ ബാബു ആരോപിച്ചു. വലിയ സമ്മർദ്ദമില്ലാതെ ആത്മഹത്യ ചെയ്യില്ലെന്ന് റോയിയുടെ സന്നദ്ധ സഹചാരി അബിൽ ദേവും റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നിരുന്നത്. അവർ 3 ദിവസമായിട്ട് അവർ ഓഫീസിലുണ്ട്. 28-ാം തീയതി വന്നാണ്, 28, 29, ഇന്നലെ 30. റോയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. 10:40 രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എപ്പോഴാണ് വരുന്നത്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് 7 മണിക്ക് കാണാമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആളുണ്ടായില്ല, ആൾ പോയി. അത് ആയിരിക്കാം, വേറെ ആൾക്ക് വേറെ ഒരു കടോ ബാധ്യതയോ അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, അതിപ്പോൾ ഞാൻ ഫാമിലിയെന്ന് കോൺടാക്ട് ചെയ്യട്ടെ. ഞാൻ കണ്ടിട്ടില്ല, ഫാമിലിയെ കണ്ടിട്ടില്ല. സംസാരിച്ചിരുന്നു. ഹൈലി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന സമയത്ത് ആ മൊമെന്റിൽ എന്തെങ്കിലും ഒരു കടുത്ത തീരുമാനം അദ്ദേഹം എടുത്തു പോയതായിരിക്കാം. സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. IT ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് അറിയായിരുന്നു. IT സംബന്ധമായിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അതിൻ്റെതായിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈവൻ ഓഫീസിലാണെങ്കിലും കോൺസുലന്റിന്റെ ഇവിടുത്തെ കേരള ഓഫീസിലാണെങ്കിലും അതൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും. അല്ലാതെ അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായ ഒരു പ്രഷർ അതായിരിക്കും 100%. അത്രയും മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ ഒരു തീരുമാനം അത് എടുക്കണമെങ്കിൽ അത്രയും അങ്ങനത്തെ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാതെ അത് എടുക്കത്തില്ല. അത്രയും അദ്ദേഹത്തിന് ആളുടെ ഒരു വിൽ പവർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ പ്രതികരണങ്ങൾ കേട്ടല്ലോ. ഒന്ന് സഹോദരന്റെയും ഒപ്പം CJ റോയിയുടെ സന്തത സഹചാരിയുടെയും പ്രതികരണമാണ്. അത്രമേൽ കടുത്ത സമ്മർദ്ദമില്ലാതെ റോയി അത് ചെയ്യില്ല. അതേസമയം CJ റോയിയുടെ മരണത്തിൽ കേസെടുത്ത പോലീസ് കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അർജുൻ കല്യാടും ദീപക് മോഹനും ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്നും. ആദ്യം ഞാൻ ദീപക്കിലേക്ക് പോകുന്നു. ദീപക്, ഇപ്പോഴും CJ റോയിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ തന്നെയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയായതിനു ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. കുറമംഗലത്തെ സഹോദരൻ്റെ, അതായത് CJ ബാബുവിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അവിടെയായിരിക്കുമല്ലേ ഇന്ന് ഉണ്ടാവുക. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരാതി പുറത്തു വന്നിട്ടുണ്ട്. കോൺഫിഡന്റ് ഗ്രൂപ്പ് പരാതി കൊടുത്തിരിക്കുന്നു. അത് കേരളത്തിൽ നിന്നുള്ള 8 അംഗ സംഘത്തിനെതിരെയാണ് പരാതി. വളരെ സ്പെസിഫിക് ആയ പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ ദീപക്? തീർച്ചയായും അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശിവാജി നഗറിലുള്ള ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഇപ്പോൾ റോയിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. പുലർച്ചയോടുകൂടി ഭാര്യയും മക്കളും എത്തി മൃതദേഹം കണ്ടു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് അനുമതിയിൽ ഒപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് നേരത്തെ അറിയിച്ചിരുന്നത് 10 മണിയോടുകൂടി മൃതദേഹം വിട്ടു നൽകുമെന്നായിരുന്നു. എന്നാൽ 11 മണിയോടെ കൂടിയേ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകുകയുള്ളൂ. അതിനുശേഷമായിരിക്കും കുടുംബാംഗങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകുക. അതിനുശേഷം ഈ റോയിയുടെ സഹോദരൻ്റെ വീട്ടിലേക്ക്, കോറമംഗലയിലുള്ള വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക. അവിടെ പൊതുദർശനം ഉണ്ടാകും. 1 മണി മുതൽ പൊതുദർശനം ആരംഭിക്കും. നേരത്തെ ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ചില ബന്ധുക്കൾ വിദേശത്തു നിന്നും ഒപ്പം കേരളത്തിൽ നിന്നുമൊക്കെ വരാനുണ്ട്. അവർ എത്തുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരം. നേരത്തെ അല്പം മുൻപാണ് ഇവിടെ റോയിയുടെ സഹോദരൻ CJ ബാബു ഇവിടെ എത്തി മൃതദേഹം കണ്ടത്. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്നാണ് നേരത്തെ സഹോദരൻ വെളിവാക്കിയത്. അതുമാത്രമല്ല, കേന്ദ്ര ഏജൻസിക്കെതിരെ രൂക്ഷമായ രീതിയിൽ പരാമർശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അന്വേഷണ ഏജൻസിയിൽ നിന്ന് റോയിക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു. മറ്റെവിടെ നിന്നും റോയിക്ക് ഭീഷണി ഉണ്ടായിരുന്നില്ല. 3 ദിവസമായി IT ഉദ്യോഗസ്ഥർ ഓഫീസിലുണ്ട്. ഇന്ന് രാവിലെ തന്നോട് കാണണമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് സഹോദരൻ പറഞ്ഞിരുന്നു എന്നാണ് നേരത്തെ CJ ബാബു വ്യക്തമാക്കിയത്. ഏതായാലും എന്താണ് ഈ CJ റോയിയുടെ മരണത്തിന് കാരണമായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ സീമന്ത സിംഗ് അല്പം മുൻപ് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്, മാത്രമല്ല 1 മണിക്കൂറിലേറെ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ എന്താണ് ഉണ്ടായതെന്ന് റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ വിശദീകരിക്കേണ്ടി വരും. ഈ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ മൊഴി അടക്കം എടുക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇന്നലെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഏതായാലും എന്താണ് ഈ മരണത്തിന് പിന്നിലെന്നുള്ള കാര്യം
കാര്യം അന്വേഷണം ഏജൻസി കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കർണാടക പോലീസ്, ബംഗളൂരു പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കാരണം IT റെയ്ഡുകൾക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടക്കം ഇതോടെ കനക്കും. വൻ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത ചരിത്രമുള്ള ഒരു റോയ് കേവലം 1 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിനു ശേഷം ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കണമെന്നാണ് കുടുംബാംഗങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഏതായാലും ബന്ധുക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പം മുൻപാണ് സഹോദരൻ ഇവിടെ എത്തിച്ചേർന്നത്. ഉച്ചയ്ക്ക് മുൻപായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കോറമംഗലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനം ഉണ്ടാകും. നാളെയോടുകൂടിയായിരിക്കും കോറമംഗലയിലെ വീടിനടുത്തുള്ള ദേവാലയത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അരുൺ. ഓക്കെ, പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ CJ റോയിയുടെ സ്ഥിരതാമസം ദുബായിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സഹോദരന്റെ വീട്ടിലേക്കാണ് മൃതശരീരം കൊണ്ടുപോവുക. ഇപ്പോൾ ഭാര്യയും മകനും തിരികെ ദുബായിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് എത്തി. ഇന്ന് പുലർച്ചെ ആശുപത്രിയിൽ പോയതിനു ശേഷം മൃതദേഹം തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായാൽ ഒരുപക്ഷെ നേരത്തെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ കുരമംഗലയിലുള്ള സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും.